Good morning, ma'am. Good morning. Good morning, ma'am. Morning, ma'am. Okay, നമ്മളുടെ റെസ്പോൺസിബിലിറ്റീസ് എന്നൊക്കെ ചാപ്റ്ററിലെ ലാസ്റ്റ് ഒരു സെക്ഷനും കൂടി നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമ്മള് കഴിഞ്ഞ ക്ലാസ്സുകളിൽ കുറെ ഓരോ പേഴ്സൺസിന്റെ അവരുടെ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് ആണ് കണ്ടത്. ഇത് നമ്മൾ നെക്സ്റ്റ് ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് വൺ ആണ്. ബേസിക് സ്കിൽസ് റിക്വയർഡ് ഫോർ നോൺ ക്ലിനിക്കൽ ജോബ്സ് അല്ലെ. ഇപ്പൊ നമ്മള് മെഡിക്കൽ സെക്രട്ടറി, ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി, ഔട്ട് പേഷ്യന്റ് എക്സിക്യൂട്ടീവ് അല്ലെ തുടങ്ങിയവരുടെയൊക്കെ ഡ്യൂട്ടീസ് ഒക്കെ നമ്മൾ കണ്ടത്. ലാസ്റ്റ് വൺ ബേസിക് സ്കിൽസ് റിക്വയർഡ് ഫോർ നോൺ ക്ലിനിക്കൽ ജോബ്സ്. ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാലോ, അവിടെ ഡിഫറെന്റ് തരത്തിലുള്ള വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ ഉണ്ട് അല്ലെ. ഇപ്പൊ ഡോക്ടേഴ്സ്, നേഴ്സ് ഒഴികെ ഇപ്പോൾ ടെക്നീഷ്യന്മാരുണ്ടാകാം. മറ്റ് ക്ലിനിക്കൽ പരമായിട്ടും നോൺ ക്ലിനിക്കൽ പരമായിട്ടുള്ള എന്താ സ്റ്റാഫുകൾ ഉണ്ട്. ഇപ്പൊ നമ്മൾ നോക്കുന്നത് നോൺ ക്ലിനിക്കൽ ജോബ്സ്, അതായത് ചികിത്സാപരമല്ല മറിച്ച് മറ്റു ഡിപ്പാർട്ട്മെന്റുകൾ അല്ലെ. അതായത് ഇപ്പൊ റിസപ്ഷൻ വരാം, ലബോറട്ടറി, അങ്ങനെയുള്ള അങ്ങനെയുള്ള കുറെ പൊസിഷൻസുകൾ ഉണ്ട് അല്ലെ. അങ്ങനെയുള്ള നോൺ ക്ലിനിക്കൽ ജോബ്സിന് വേണ്ട സ്കിൽസ് എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത് കേട്ടോ. ശ്രദ്ധിക്കാം. നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ഇൻ ഹോസ്പിറ്റൽ need a range of skills to effectively do their roles. അവരുടെ ജോലി, അവരുടെ റോള് നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അവർക്ക് നല്ലൊരു സ്കിൽസ് ആവശ്യമാണ്. Some key skills for non-clinical staff in hospitals consist of ഇനി എന്തൊക്കെയാണ് അവർക്ക് വേണ്ട സ്കിൽസ് എന്നാണ് പറയുന്നത്. സിമ്പിൾ ആയിട്ടാണ് നോക്കാം കേട്ടോ. ഫസ്റ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് അല്ലെ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. മറ്റുള്ളവരോട് ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഒത്തിരി പേര് വരുന്നുണ്ട്, പേഷ്യൻസും വിസിറ്റേഴ്സും അല്ലെ. അപ്പൊ അവരോടൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യാനായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടുന്ന ഒരു കഴിവുണ്ടായിരിക്കണം. Strong communication skills are necessary for non-clinical staff to effectively interact with the patients, visitors and other staff members. മറ്റ് പേഷ്യൻസിനോടും അതുപോലെ തന്നെ വിസിറ്റേഴ്സിനോടും അവിടെയുള്ള സ്റ്റാഫ് മെമ്പേഴ്സിനോടും ഇന്ററാക്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കാര്യക്ഷമമായ രീതിയിൽ സംസാരിക്കണമെങ്കിലും ഇന്ററാക്ട് ചെയ്യാനും നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടായിരിക്കണം. They should be able to communicate clearly and empathetically both verbally in writing. So അതിനാൽ എന്ത് വേണം? They should be able to communicate, ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഒരു empathetically എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ മീനിങ്? ഒരു വിനീതമായിട്ട് ഒരു താഴ്മയോട് കൂടിയൊക്കെ സംസാരിക്കാനും അല്ലെ അവരോട് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. ബോത്ത് വെർബലി ആൻഡ് റൈറ്റിംഗ്, എഴുതാനാണെങ്കിലും അതുപോലെ തന്നെ സംസാരിക്കാനും നല്ലൊരു കഴിവ് ഉണ്ടായിരിക്കണം. അപ്പൊ അതാണ് ഒരു നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന് വേണ്ട ഏറ്റവും ആദ്യം വേണ്ട ഒരു കഴിവ് എന്ന് പറയുന്നുണ്ട്. നമ്മൾ റിസപ്ഷനിലൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ? ഒന്നും സംസാരിക്കാത്ത ഒരു വ്യക്തിയെ കൊണ്ടാണ് അവിടെ ഇരിക്കുന്നത്. നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കും അല്ലെ, നല്ല രീതിയിലുള്ള അവർ പെരുമാറുന്നത് ആണോ? റിസപ്ഷനിലൊക്കെ ഇരിക്കുന്ന സ്റ്റാഫുകളെ വളരെ എന്താ പറയാ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആണ് അവർക്ക് ഉണ്ടായിരുന്നില്ല ആണോ? നിങ്ങൾ നോക്കുമ്പോ അങ്ങനെയല്ലേ നിങ്ങളോട് നല്ല രീതിയിലാണ് സംസാരിക്കാറുള്ളത് അല്ലെ? ഓക്കെ. കസ്റ്റമർ സർവീസ് സ്കിൽസ് രണ്ടാമത്തെ സ്കില്ലാണ് കസ്റ്റമർ സർവീസ് സ്കിൽ. നോക്കാം. Non-clinical staff often act as the first point of contact for patient and visitors. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഫസ്റ്റ് പോയിന്റ് ഫോർ കോണ്ടാക്ട് ഫോർ പേഷ്യന്റ് ആൻഡ് വിസിറ്റേഴ്സ് അല്ലെ. അതായത് ജസ്റ്റ് പറയുന്നതുള്ളൂ, അതായത് പേഷ്യന്റിനെയും വിസിറ്റേഴ്സിനെയും ഫസ്റ്റ് കോണ്ടാക്ട് ചെയ്യുന്നത് ആരാണ്? നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ആയിരിക്കുന്നത് അല്ലെ. നമ്മള് ഫസ്റ്റ്ലി ഡോക്ടറെ കാണുന്നതിന് മുമ്പ് ഈ റിസപ്ഷനും അഡ്മിനിസ്ട്രേഷൻ ഏരിയയിലൊക്കെ കഴിഞ്ഞിട്ടല്ലേ നമ്മൾ ഡോക്ടറെ കാണുന്നത് ആണോ? ഫസ്റ്റ് തന്നെ ചെന്നപടി നിങ്ങൾ ഡോക്ടറിന്റെ മുമ്പിലേക്കാണോ നോക്കുന്നത്? അല്ല അല്ലേ. നമ്മൾ ഫസ്റ്റ് തന്നെ കാണുന്നത് നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകളെയാണ്. അതായത് എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ നമ്മുടെ റിസപ്ഷനിൽ പോകും അല്ലെങ്കിൽ അഡ്മിഷനൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് അവരോടാണ് നമ്മൾ സംസാരിക്കുന്നത് അല്ലെ. ശേഷമാണ് നമ്മള് ഡോക്ടറെ കാണാനും മറ്റ് ട്രീറ്റ്മെന്റ്സിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നത്. They should maintain excellent customer service skills, which include ability to be calm and composed in a difficult situation. So അതിനാൽ നമ്മൾ എന്ത് വേണം? മെയിൻറ്റെയിൻ ചെയ്യാവുന്ന എക്സലന്റ് ആയിട്ടുള്ള ഒരു കസ്റ്റമർ സർവീസ് സ്കില്ല്. കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ആരാ? പേഷ്യന്റ് ആണ് അല്ലെ. സോ പേഷ്യൻസിനോട് അവർക്കുള്ള സേവനങ്ങൾ ചെയ്തിരിക്കണം.
which include ability to be calm and composed in a difficult situation. ഇപ്പൊ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വരികയാണെങ്കിൽ വളരെ കാം മീൻസ് ഒരു ശാന്തതയോട് കൂടി, കമ്പോസ്ഡ് മീൻസ് അതിന് മീൻസ് നമ്മള് അതിനൊരു ആക്ട് ആയിട്ട് പ്രതികരിക്കുക. അതായത് ഭയങ്കര ആ പ്രശ്നത്തിന് വലിയ പ്രശ്നമാണെങ്കിലും എത്ര ഡിഫിക്കൽട്ട് പ്രശ്നമാണെങ്കിലും വളരെ ശാന്തതയോട് കൂടി നമ്മൾ അതിനെ ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവ് ഉണ്ടായിരിക്കണം. അതാണ് കസ്റ്റമർ സർവീസ് സ്കിൽസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. അവരോടുള്ള സേവനമാണ്, പേഷ്യൻസിന് കൊടുക്കുന്ന സേവനമാണ് അല്ലെ. സോ അവിടെ എന്തെങ്കിലും ഡിഫിക്കൽട്ടി ഒക്കെ ഉണ്ടാകുമ്പോൾ റിസപ്ഷനൊക്കെ ആകുമ്പോൾ നമുക്ക് അറിയാലോ, അഡ്മിഷന്റെ കാര്യങ്ങളിലോ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരികയാണെങ്കിൽ വളരെ ക്വൈറ്റ് ആൻഡ് കാമോട് കൂടി തന്നെ അതിനെ സോൾവ് ചെയ്ത് കൊണ്ടുവരണം. ഹാൻഡിൽ ഇൻക്വയറീസ് ആൻഡ് കംപ്ലൈൻസ്. ഇപ്പൊ കംപ്ലൈൻസുകൾ വരികയാണെങ്കിൽ ഇൻക്വയറീസ് മീൻസ് അന്വേഷണങ്ങളും മറ്റും വരികയാണെങ്കിൽ അതിനെ ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം. ആൻഡ് പ്രൊവൈഡ് എ പോസിറ്റീവ് ആൻഡ് വെൽക്കമിംഗ് എൻവയോൺമെന്റ്. ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു നല്ലൊരു വെൽക്കമിംഗ് എൻവയോൺമെന്റ് ആയിരിക്കണം ഒരു പേഷ്യൻസിന് കൊടുക്കേണ്ടത് അല്ലെ. നമ്മൾ എപ്പോഴും നല്ല റിസപ്ഷനിലിരിക്കുന്ന സ്റ്റാഫുകൾ വളരെ പോസിറ്റീവ് മൈൻഡോട് കൂടി തന്നെയാണ് വെൽക്കമിങ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് കസ്റ്റമർ സർവീസ് സ്കിൽസിൽ പറയുന്നത്. ഫസ്റ്റ് രണ്ടെണ്ണം ഒന്ന് വായിച്ചു നോക്കാം, പെട്ടെന്ന് വായിച്ചു നോക്കാം, എളുപ്പമാണ്. നിങ്ങൾക്ക് വായിച്ചാൽ അതിന്റെ മീനിങ് ക്ലിയർ ആവും. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, കസ്റ്റമർ സർവീസ് സ്കിൽസ്. കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ, മൂന്നാമത്തെ നോക്കാം കേട്ടോ. ഓർഗനൈസേഷണൽ സ്കിൽസ്. എന്താ ഓർഗനൈസേഷണൽ സ്കിൽസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എന്താ പറയാ? എന്ത് കഴിവാണത്? ഓർഗനൈസേഷണൽ സ്കിൽസ്. എന്താ ഓർഗനൈസേഷണൽ സ്കിൽസ്? ഒരു സംഘാടന കഴിവ് അല്ലെ, നമുക്ക് പ്രവർത്തിക്കാൻ സംഘടനാപരമായിട്ടുള്ള ഒരു കഴിവ്. ഹോസ്പിറ്റൽസ് ആർ ഫാസ്റ്റ് പേസ്ഡ് എൻവയോൺമെന്റ് with a lot of task and responsibility. ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ബേസ്ഡ് ആണ്, അതായത് ഫുൾ വർക്കിംഗ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണ് അവിടെ അല്ലെ. അവിടെ ഒത്തിരി ടാസ്കുകൾ ഉണ്ട്, ഡ്യൂട്ടീസ് ഉണ്ട്, ഓരോ വ്യക്തികൾക്കും ഡ്യൂട്ടീസ് അസൈൻ ചെയ്തിരിക്കുകയാണ്. നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ഷുഡ് ഹാവ് സ്ട്രോങ് ഓർഗനൈസേഷണൽ സ്കിൽസ്. ഒരു നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് എന്ന് പറയുമ്പോൾ ഒരു സംഘടനാ ശേഷി അല്ലെങ്കിൽ ഒരു സംഘടന കഴിവുണ്ടായിരിക്കണം. എന്തിനു വേണ്ടി? ടു മാനേജ് ദർ വർക്ക് ലോഡ്. അവന്റെ വർക്ക് ലോഡ്, അവന്റെ പ്രവർത്തനങ്ങൾ മാനേജ് ചെയ്യാനായിട്ട് അതൊരു സംഘാടന കഴിവുണ്ടായിരിക്കണം. ദെൻ പ്രയോറിറ്റൈസ് ടാസ്ക് അല്ലെ, അതായത് ടാസ്കുകൾക്ക് പ്രയോറിറ്റൈസ് മുൻഗണന കൊടുക്കേണ്ട പ്രവർത്തനങ്ങൾ ഏതാണ് അതനുസരിച്ചിട്ട് ചെയ്യാനായിട്ടുള്ളൊരു കഴിവുണ്ടായിരിക്കണം. ആൻഡ് മീറ്റ് ഡെഡ് ലൈൻസ്. ഡെഡ് ലൈൻസ് ഉദ്ദേശിക്കുന്നത് അതായത് ഹോസ്പിറ്റലിലെ ഡെഡ് ടൈംസുകളൊക്കെ വരില്ലേ, അതായത് തിരക്കില്ലാത്ത സാഹചര്യങ്ങളൊക്കെ വരുമല്ലോ, പേഷ്യൻസ് കൂടെ വരുന്നതും അതിനെയൊക്കെ നല്ല രീതിയിൽ എങ്ങനെ മീറ്റ് ചെയ്യണമെന്നും ഒരു സംഘടന കഴിവുള്ളവർക്ക് കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കും. അതായത് എപ്പോഴും വർക്ക് ലോഡ് ആണെന്ന് പറഞ്ഞ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ എപ്പോഴും ഫുൾ ടൈം പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് അല്ലെ. അപ്പൊ അവിടെ ഡെഡ് ലൈൻസ് ഒക്കെ വരികയാണെങ്കിൽ അതിനെങ്ങനെ മീറ്റ് ചെയ്യണമെന്നും ഒരു കഴിവ് ഇതിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, നാലാമത്തത് ടെക്നോളജി സ്കിൽസ്. ഓക്കെ, നിങ്ങൾ ഞാൻ പറയുന്നത് പോലെ ആ ഹെഡ്ലൈൻ മാത്രം ഒന്ന് ബൈഹാർട്ട് ചെയ്ത് പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ. ഓക്കെ, ഉള്ളിലുള്ളത് മനസ്സിലാക്കി വെക്കാം. ഇനി എല്ലാം കൂടി നിങ്ങൾക്ക് ബൈഹാർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ആ പോയിന്റ്സ് 10 പോയിന്റ് ആണുള്ളത്, അപ്പൊ 10 പോയിന്റ് കാണാവുന്ന പഠിക്കാം, ബൈഹാർട്ട് ചെയ്യാം. ഇനി നെക്സ്റ്റ് ടെക്നോളജി സ്കിൽസ് നോക്കാം. പ്രൊഫിഷ്യൻസി ഇൻ യൂസിങ് different computer applications. Electronic health record system and other healthcare technology is a vital for non-clinical staff. അല്ലെ, നമുക്കറിയാം ഇപ്പൊ ഹോസ്പിറ്റലുകളെല്ലാം ഡെവലപ്ഡ് ആണ്, സോ അവിടെ എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. ഇപ്പൊ നമ്മുടെ പേഷ്യൻസിന്റെ ഇൻഫോർമേഷൻ അത് ഒരു ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് സിസ്റ്റത്തിലാണ്. അതുപോലെ ഇപ്പോ ഫാർമസിയിലാണെങ്കിലും ലബോറട്ടറിയിലാണെങ്കിലും എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. സോ ഒരു ഹോസ്പിറ്റലിലെ നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകള് അത്യാവശ്യം വേണ്ടുന്ന ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായിട്ടുള്ള കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസും മറ്റും അറിഞ്ഞിരിക്കണം. ടെക്നോളജിയിൽ കുറച്ചുകൂടി ഡെവലപ്ഡ് ആയിരിക്കണം.
They should be comfortable with the technology and willing to learn new systems are required. അതിനാൽ അവര് ടെക്നോളജിയിൽ കംഫോർട്ടബിൾ ആയിരിക്കണം എന്ന്, അതായത് അറിഞ്ഞിരിക്കണം എന്ന്. നമ്മളൊരു റിസപ്ഷൻ സ്റ്റാഫിന് വേണ്ടി ഇപ്പൊ നിങ്ങളൊരു ജോലിക്ക് പോവുകയാണെന്ന് വിചാരിക്കുക. നമ്മൾ ഇന്റർവ്യൂവിന് ആദ്യം ചോദിക്കുന്നത് എന്താണ്? അത്യാവശ്യം സിസ്റ്റം കൈകാര്യം ചെയ്യാനായിട്ട് അറിയോ എന്ന് ചോദിക്കും. ഇല്ലേ? ചോദിക്കാറില്ലേ? ചോദിക്കാറുണ്ടോ? അറ്റ്ലീസ്റ്റ് ഒരു മെയിൽ അയക്കാനും മറ്റും കാര്യങ്ങളൊക്കെ അറിയില്ലേ എന്നാണ് ആദ്യം ചോദിക്കുന്നത്. ഏതൊരു സ്ഥാപനത്തിലായിട്ടുണ്ടെങ്കിലും ഒരു ചെറിയൊരു ജോബ് ആണെങ്കിൽ പോലും അത്യാവശ്യം കമ്പ്യൂട്ടർ അറിയാതെ നമുക്ക് ഒരു രക്ഷയില്ല. പിന്നെ സിസ്റ്റം ബേസിക്കലി അറിവൊന്നുമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന ഫ്രീ ടൈം ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക? അത്യാവശ്യം വേണ്ടുന്ന കമ്പ്യൂട്ടർ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചിരിക്കുക കേട്ടോ. നമ്മള് ഭാവിയിൽ ഹോസ്പിറ്റലിലെ ജോലിക്കൊക്കെ കയറേണ്ടതാണ്. അപ്പോ അത്യാവശ്യം എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ അല്ലെ? ഇപ്പോഴത്തെ ജനറേഷൻ അറിയാം, മീൻസ് അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇനി അറിയില്ലാത്തവരുണ്ടല്ലേ, അത്യാവശ്യം മെയിൽ ചെയ്യാനും മറ്റും കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കണം കേട്ടോ. കാരണം ഇപ്പൊ ഏതൊരു ജോലിയിൽ കയറണമെങ്കിലും അറ്റ്ലീസ്റ്റ് കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായിരിക്കണം. ബേസിക് ആണത്. നമുക്ക് നമ്മളൊരു ഡിഗ്രി ബേസിക് ആണ് അല്ലെങ്കിൽ ഇതൊരു SSLC ബേസിക് ആണെന്ന് പറയുന്നത് പോലെ ഇന്ന് ഏതൊരു ഫീൽഡിൽ നമ്മൾ വർക്ക് ചെയ്യണമെങ്കിൽ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു ബേസിക് ആണ്. കാരണം ഇനി വളർന്നു വരുന്നത് ഫുൾ കമ്പ്യൂട്ടർ ടെക്നോളജിയാണ്, പുതിയ പുതിയ ആപ്ലിക്കേഷൻസുകളാണ് അല്ലെ. നമുക്കൊരു ബേസിക് നോളജ് ഉണ്ടെങ്കിലേ നമുക്ക് അവിടെ നിലനിൽപ്പ് ഉണ്ടാകുള്ളൂ. ഓക്കെ, അപ്പോ ഇത് കോഴ്സ് ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ജോലിയൊക്കെ തരുന്ന ഒരു ടൈമില് നിങ്ങൾ അറിയില്ലാത്തവര് അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, ദെൻ പ്രോബ്ലം സോൾവിങ് സ്കിൽസ് അല്ലെ, പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ടുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. Non-clinical staff may face various challenges and problems while executing their duties. അല്ലെ, അവരുടെ ഡ്യൂട്ടി ചെയ്യുമ്പോൾ ആ ഡ്യൂട്ടിക്ക് ഇടയിൽ പ്രശ്നങ്ങൾ സംഭവിക്കേണ്ടതായിട്ട് വരും അല്ലെ. ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാവും ചിലപ്പോ ഇതുപോലെ. അതായത് ഇപ്പോ നമ്മള് ചീഫ് ഇടയിൽ അല്ലെങ്കിൽ അഡ്മിഷൻ നമ്പറൊക്കെ എടുക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരാം. The ability to think critically, evaluate situation, and find adequate solution is valuable in ensuring smooth operations and addressing issues promptly. എന്താണ് പറയുന്നത്? അതായത് അവർ വർക്ക് ചെയ്യുന്ന ടൈമിൽ പല പ്രശ്നങ്ങളും നേരിടേണ്ടി വന്നേക്കാം. സോ ക്രിട്ടിക്കലി തിങ്കിങ് അല്ലെ, അതായത് മീൻസ് കുറച്ചും കൂടി ലോജിക്കലായിട്ട് ആ പ്രശ്നങ്ങൾ നല്ല രീതിയിൽ ചിന്തിച്ച് അതിനുള്ളൊരു പരിഹാരം കാണാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. അതുപോലെ ആഡിക്വേറ്റ് സൊല്യൂഷൻ, കൃത്യമായിട്ടും അതിനാവശ്യമായിട്ടുള്ള ഒരു സൊല്യൂഷൻ കൊടുക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. എൻഷുറിങ് സ്മൂത്ത് ഓപ്പറേഷൻസ്, അവിടുത്തെ പ്രവർത്തനങ്ങൾ അവർ ചെയ്യുന്ന മീൻസ് അവരിപ്പോ ഏത് ഡിപ്പാർട്ട്മെന്റിലാണോ, അതായത് ഇപ്പോ എൻക്വയറി ആവാം, റിസപ്ഷൻ ആകാം, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മെഡിക്കൽ റെക്കോർഡ് ആകാം, ഏത് ഡിപ്പാർട്ട്മെന്റിലാണോ പ്രശ്നങ്ങൾ വരുന്നത് അതിനെ ക്രിട്ടിക്കലായിട്ട് ചിന്തിക്കാനും അതിനുള്ള അഡിക്വേറ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കൊടുക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. അതുപോലെ അവരിരിക്കുന്ന ആ ഒരു ഏരിയയിലെ പ്രവർത്തനങ്ങൾ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാനും അഡ്രസ്സിങ് ഇഷ്യൂസ് പ്രോപ്റ്റ്ലി, അവിടെയുള്ള പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കാനും ഒരു കഴിവ് ഉണ്ടായിരിക്കണം. ഓക്കെ, പ്രോബ്ലം സോൾവിങ് സ്കിൽസിൽ പറയുന്നത് 3 സ്കിൽസ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഓർഗനൈസേഷണൽ, ടെക്നോളജി, ദെൻ പ്രോബ്ലം സോൾവിങ്. 3 വായിക്കുക. 4th വൺ പറയുന്നത് എന്താണ്? കമ്പ്യൂട്ടറിനെ കുറിച്ച് അറിഞ്ഞിരിക്കണമെന്ന്. അത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അതായത് പുതിയ പുതിയ ടെക്നോളജി, പുതിയ പുതിയ ആപ്ലിക്കേഷൻസ് വരുമ്പോൾ അതിനെ കുറിച്ച് അറിയാനായിട്ട് അറിഞ്ഞിരിക്കണം. കാരണം നമുക്കറിയാലോ, ഒരു എൻക്വയറിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തി കമ്പ്യൂട്ടറൈസ്ഡ് ആണല്ലോ അല്ലെ. അപ്പൊ കമ്പ്യൂട്ടറിനെ കുറിച്ച് നോളജ് ഉണ്ടായിരിക്കണം. ദെൻ പേഷ്യൻസിന്റെ ഇലക്ട്രോണിക് റെക്കോർഡ് സിസ്റ്റം ആണ്. അപ്പൊ അതൊക്കെ കൈകാര്യം ഹാൻഡിൽ ചെയ്യാനായിട്ട് ഒരു കഴിവ് ഉണ്ടായിരിക്കണം. കംഫർട്ടബിൾ ആയിരിക്കണം ആ ടെക്നോളജി. അതുകൊണ്ടാണ് നിങ്ങളോട് പ്രത്യേകം പറഞ്ഞത്, ഇനി കമ്പ്യൂട്ടർ അത്ര ബേസിക് ഒന്നും വശമില്ലാത്തവരാണെങ്കിൽ പഠിച്ചിരിക്കണം നിർബന്ധമായിട്ടും. ഓക്കെ, നമ്മൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ എന്തായാലും അത്യാവശ്യം ബേസിക് കമ്പ്യൂട്ടർ അറിഞ്ഞിരിക്കുക കേട്ടോ. മൂന്ന് പോയിന്റ് ആണ് കേട്ടോ വായിക്കാം.
കംപ്ലീറ്റ് ചെയ്തോ 3 പോയിന്റ്? ഓക്കെ. Then next one നോക്കാം. 6ാമത്തെ പോയിന്റ് ആണ് കോൺഫിഡൻഷ്യലി ആൻഡ് എത്തിക്സ്. അല്ലെ, കോൺഫിഡൻഷ്യലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഒരു രഹസ്യ സ്വഭാവം, അല്ലെ, രഹസ്യ സ്വഭാവം. അതുപോലെ എത്തിക്സ്, ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങൾ ഒരു കഴിവുണ്ടായിരിക്കണം. നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ഓഫ്റ്റൻ ഹാവ് എൻട്രി ടു സെൻസിറ്റീവ് പേഷ്യന്റ് ഇൻഫോർമേഷൻ. അല്ലെ, അതായത് നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ആണ് പേഷ്യൻസിന്റെ ഇൻഫോർമേഷൻസ്, സെൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇൻഫോർമേഷൻസും മറ്റും വിശദീകരിക്കുന്നതും ഒരു വിശേഷണം കൊടുക്കുന്നതൊക്കെ, അല്ലെ, അതായത് നമ്മൾ എൻട്രി ചെയ്യാൻ പറയില്ലേ, പേഷ്യൻസിന്റെ ഇൻഫോർമേഷൻസും മറ്റും എൻട്രി ചെയ്യുന്നത്. ഇറ്റ് ഈസ് നെസസറി ഫോർ ദം ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് സ്റ്റിക്ക് ടു കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ്. പേഷ്യൻസിന്റെ ഇൻഫോർമേഷൻസുകൾ രഹസ്യം ആയിരിക്കണം, അതുപോലെ ഒരു ധാർമ്മികമായിട്ടുള്ള സ്റ്റാൻഡേർഡിലായിരിക്കണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞു, ഓർക്കുന്നുണ്ടോ? പേഷ്യൻസിന്റെ ഇൻഫോർമേഷൻസ് നമ്മൾ ഇലക്ട്രോണിക് റെക്കോർഡിൽ നമ്മൾ ചേർത്തിട്ടുള്ള ഇൻഫോർമേഷൻസും മറ്റാർക്കും കൊടുക്കാൻ പാടില്ല. ഓതറൈസ്ഡ് പേഴ്സൺസിന് മാത്രമേ അത് റിലീസ് ചെയ്യാൻ പാടുള്ളൂ. സോ ഇത് കോൺഫിഡൻഷ്യാലിറ്റി ആയിരിക്കണം, രഹസ്യമായിരിക്കണം, ഒരു ധാർമ്മികമായിട്ടുള്ള സ്റ്റാൻഡേർഡ് ആയിരിക്കണം. കീപ്പിംഗ് പേഷ്യന്റ് പ്രൈവസി ആൻഡ് പ്രൊട്ടക്ടിങ് കോൺഫിഡൻഷ്യൽ ഡാറ്റ. അതുപോലെ പേഷ്യൻസിന്റെ പ്രൈവസി, പേഷ്യൻസിന്റെ പ്രൈവസി പ്രൊട്ടക്ടിങ് ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ ഡാറ്റ എപ്പോഴും രഹസ്യമായിരിക്കണം, മറ്റൊരാൾക്ക് അത് ലീക്ക് ചെയ്ത് പോകാൻ പാടില്ല. നെക്സ്റ്റ് വൺ, ടീം വർക്ക് ആൻഡ് കൊളാബറേഷൻ. അല്ലെ, ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുമ്പോൾ നമുക്കറിയാം സ്റ്റാഫുകൾ തമ്മിൽ ഒരു ടീം വർക്ക്, ഒരു കോർപ്പറേറ്റ് ചെയ്തിട്ട് പ്രവർത്തിക്കുക. കൊളാബറേഷൻ മീൻസ് ഒരു സഹകരണത്തോടുകൂടി, കോർപ്പറേറ്റ് എന്നുള്ളത് ഒരു മീനിങ് തന്നെയാണ് കേട്ടോ. ഹോസ്പിറ്റൽസ് ആർ ഇന്റർഡിസിപ്ലിനറി സെറ്റിംഗ് ദാറ്റ് നീഡ് കൊളാബറേഷൻ എമംഗ് വേരിയസ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് സ്റ്റാഫ് മെമ്പേഴ്സ്. അല്ലെ, ഇന്റർഡിസിപ്ലിനറി എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒന്നിലധികം, അതായത് പല പല ഡിപ്പാർട്ട്മെന്റുകളില്ലേ, അതിനാണ് ഇന്റർഡിസിപ്ലിനറി എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ പല സെക്ഷനുകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ ഈ വേരിയസ് ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലും വേരിയസ് സ്റ്റാഫ് മെമ്പേഴ്സ് തമ്മിലും ഒരു കൊളാബറേഷൻ, ഒരു സഹകരണം ഉണ്ടായിരിക്കണം. Non-clinical staff should be able to work in an effective manner as part of the team. ഒരു ടീമിൽ പ്രവർത്തിക്കുമ്പോൾ നല്ലൊരു കാര്യക്ഷമമായിട്ട് ഒത്തൊരുമിച്ചിട്ട് പ്രവർത്തിക്കുക. കമ്മ്യൂണിക്കേറ്റ് ആൻഡ് കോർഡിനേറ്റ് വിത്ത് കൊളീഗ്സ്. ആ ടീമിലുള്ള മെമ്പേഴ്സ് തമ്മിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ വേണം, നല്ലൊരു കോർഡിനേറ്റ് ചെയ്തിട്ട് പ്രവർത്തിക്കുക. ആൻഡ് ഡൊണേറ്റ് എ പോസിറ്റീവ് വർക്ക് എൻവയോൺമെന്റ്. സോ എല്ലാവരും തമ്മിൽ, സ്റ്റാഫുകളും മറ്റു ഡിപ്പാർട്ട്മെന്റുകളും തമ്മിലും നല്ല രീതിയിൽ വർക്ക് ചെയ്യുമ്പോൾ, ഒത്തൊരുമിച്ചിട്ട് പ്രവർത്തിപ്പിക്കുമ്പോൾ നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വർക്ക് എൻവയോൺമെന്റ് ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ. ദെൻ അഡാപ്റ്റബിലിറ്റി. എന്താണ് അഡാപ്റ്റബിലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളത്തിൽ എന്താ പറയാ? അഡാപ്റ്റബിലിറ്റി മീനിങ് അറിയോ? അഡാപ്റ്റബിലിറ്റി റെഡിയില്ല, പൊരുത്തപ്പെടല്. നമ്മൾ പൊരുത്തപ്പെടലാന്ന് പറയും. ഇപ്പൊ നമ്മൾ ആ ഒരു സിറ്റുവേഷനോട് പൊരുത്തപ്പെടുക എന്ന് പറയും, അല്ലെ? നോക്കാട്ടെ, വായിക്കാം. The healthcare industry is continually evolving. Evolving means ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. And non-clinical staff should be adjustable to change in procedures, policies and technology. അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞു. അതായത് ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ എന്താണ് ഡിഫറെന്റ്, ഓരോ ദിവസവും ഡേ ടു ഡേ അത് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവോൾവിംഗ് എന്ന് വെച്ചാൽ ഡെവലപ്പ്, പുതിയ പുതിയ ടെക്നോളജിക്കൽ ട്രീറ്റ്മെന്റ് രീതികൾ വരുന്നു, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ തന്നെ മെത്തേഡുകൾക്ക് മാറ്റം വരുന്നു, അല്ലെ? അതിനാൽ അവിടെയുള്ള സ്റ്റാഫുകൾ അഡ്ജസ്റ്റബിൾ ടു ചേഞ്ച്, അതായത് ആ ഒരു സിറ്റുവേഷനോട് പൊരുത്തപ്പെടേണ്ടിയിരിക്കുന്നുണ്ട്. അതായത് അവിടുത്തെ നടപടിക്രമങ്ങൾ മാറിക്കൊണ്ടിരിക്കും. സോ നമ്മൾ അതിൽ പൊരുത്തപ്പെടേണ്ടതായിട്ട് വരുന്നു. ദെൻ പോളിസീസ്, അവിടെയുള്ള പോളിസികൾ മാറുന്നു. ദെൻ ടെക്നോളജി, പുതിയ പുതിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജികൾ വരുന്നു. ഇതിനോടെല്ലാം തന്നെ സ്റ്റാഫുകൾ പൊരുത്തപ്പെടേണ്ടിയിരിക്കുന്നു. They should be open to learning new skills and approaches to remain updated in their roles. സോ അവരുടെ റോൾ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം എന്ന്, അവരുടെ പുതിയ കഴിവുകളൊക്കെ പഠിക്കണം, അല്ലെ? അതൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്തെടുക്കണം എന്ന്. പുതിയ ടെക്നോളജി വരുമ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കണം. ഇപ്പൊ ടെക്നോളജിയിൽ പുതിയ മാറ്റങ്ങൾ വരുന്നു. അപ്പൊ നമ്മൾ ആ ടെക്നോളജി പഠിച്ചിരിക്കണം, എങ്കിലല്ലേ നമുക്കത് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? അഡാപ്റ്റബിലിറ്റി, പൊരുത്തപ്പെട്ടു പോവുക. Next one, empathy and compassion. എന്താ എംപതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ? എംപതി തോന്നാന്നൊക്കെ പറയില്ലേ മറ്റുള്ളവരോട്? മറ്റുള്ളവരോട് എംപതി തോന്നാ. എന്താ എംപതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ? ഒരു സഹാനുഭൂതി, അല്ലെ?
Then compassion means anugamba, ഒരു ദയ തോന്നുക. Although non-medical staff may not give direct medical care, they often interact with the patient who may be difficult or facing challenging situation. ഇത് നമുക്കറിയാം, നോൺ മെഡിക്കൽ സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കെയർ അല്ല നമുക്ക് അവർ നൽകുന്നത്, അല്ലെ? മറിച്ച് ബാക്കി നമ്മളോട് ഇന്ററാക്ട് വിത്ത് പേഷ്യൻസ് മേ ബി പേഷ്യൻസിനോട് ഇന്ററാക്ടിങ്ങുമാണ്. അതോടൊപ്പം പേഷ്യൻസ് ചിലപ്പോൾ എന്തെങ്കിലും ഡിഫിക്കൽട്ടി സിറ്റുവേഷൻസോ അല്ലെങ്കിൽ ചലഞ്ചിങ് ഡിഫിക്കൽട്ടി ആയിട്ടുള്ള സിറ്റുവേഷൻസ് പേഷ്യൻസ് നേരിടുമ്പോൾ അതിന് നമ്മളൊപ്പം നിന്നിട്ട് അസിസ്റ്റ് ചെയ്യുന്നതാണ് നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് എന്ന് പറയുന്നത്. ഡെമോൺസ്ട്രേറ്റിംഗ് എംപതി, sympathy and sensitivity towards the patient's requirement and emotion is necessary for providing a supportive environment. അതായത് എന്താണ്? ഒരു സഹതാപവും എംപതി, സിമ്പതി, അതായത് ഒരു സഹാനുഭൂതിയും സഹതാപവും അല്ലെങ്കിൽ പേഷ്യൻസിനോട് ഒരു സെൻസിറ്റിവിറ്റി തോന്നാം. സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മലയാളത്തിൽ പ്രോപ്പർ മലയാളം പറഞ്ഞാൽ ഒരു സംവേദനാത്മകം, അതായത് ഒരു ഫീലിങ്സ് ഒക്കെ ഉണ്ടാവുന്ന ഒരു ഇമോഷണൽ ആയിട്ടുള്ള അങ്ങനെ പേഷ്യൻസിനോട് തോന്നാണ്. Then emotions is necessary for providing a supportive environment. ഒരു സപ്പോർട്ടീവ് എൻവയോൺമെന്റ് വേണമെങ്കിൽ പേഷ്യൻസിനോട് സപ്പോർട്ടീവ് ആയിട്ട് നിൽക്കണമെങ്കിൽ ഈ നോൺ മെഡിക്കൽ സ്റ്റാഫുകൾക്ക് ഒരു എംപതിയും കമ്പാഷനൊക്കെ ഉണ്ടായിരിക്കണം പേഷ്യൻസിനോട്. നോർമലി നമുക്കറിയാലോ, പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ എന്തെങ്കിലും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ ഈ പേഷ്യൻസിനോട് കൂടുതലായിട്ടൊന്ന് ഒരു സഹാനുഭൂതിയൊക്കെ ഉണ്ടായിരിക്കണം എന്ന് അത്രയും പറയുന്നതോടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഇമോഷണൽ ഒരു ടച്ച് എന്നൊക്കെ പറയാം, അല്ലെ? Then last one, cultural competence. സാംസ്കാരികമായിട്ടുള്ള കഴിവുണ്ടായിരിക്കണം. Hospitals serve diverse patient population with different cultural backgrounds. ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ ഒത്തിരി പേഷ്യൻസ് വരുന്നുണ്ട്. എല്ലാ പേഷ്യൻസും ഒരേ കൾച്ചറിൽ നിന്ന് വരുന്ന പേഷ്യൻസുകളാണോ? ആണോ? എല്ലാവരും ഒരേ ലെവലുള്ള പേഷ്യൻസ് ആണോ വരുന്നത്? അല്ല, മറിച്ച് പല പല പേഷ്യൻസുകളാണ് വരുന്നുണ്ട്. ചിലപ്പോൾ കുറച്ച് എന്താ പറയാ, അവരുടെ രീതിയിൽ വ്യത്യാസമാണ്. ചിലപ്പോൾ അവരുടെ ജീവിത ശൈലി അല്ലെങ്കിൽ ജീവിത രീതി, അവരുടെ ഒരു സംസ്കാരം, അവരുടെ കൾച്ചർ വ്യത്യസ്തമായിരിക്കും, അല്ലെ? ഡിവേഴ്സ് പേഷ്യന്റ് പോപ്പുലേഷൻ, പലതരത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള സ്വഭാവങ്ങളുള്ള അല്ലെങ്കിൽ വെറൈറ്റി കൾച്ചറുള്ള വെറൈറ്റി ബാക്ക്ഗ്രൗണ്ട്സിൽ നിന്നാണ് പേഷ്യൻസുകൾ വരുന്നത്. സോ നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ഷുഡ് പോസസ് കൾച്ചറൽ കോമ്പറ്റൻസ്. അതിനാൽ ഒരു കൾച്ചറൽ ആയിട്ടുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. എങ്ങനെ? അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റെസ്പെക്ടിങ് വേരിയസ് കൾച്ചറൽ പ്രാക്ടീസസ്. പലതരത്തിലുള്ള ആളുകൾ അവിടെ വരുന്നുണ്ട്. സോ അവര് മനസ്സിലാക്കാനും ദെൻ അവര് പല രീതിയിലുള്ള സംസ്കാരങ്ങളാണല്ലോ, സോ അവര് നമ്മളൊന്ന് റെസ്പെക്ട് ചെയ്യാനും കഴിവുണ്ടായിരിക്കണം. ദെൻ ബിലീഫ്സ്, അവരുടെ വിശ്വാസങ്ങൾ, ദെൻ വാല്യൂസ്, ഇൻക്ലൂസീവ് ആൻഡ് പേഷ്യന്റ് സെന്റേർഡ് കെയർ, ഒരു ഇൻക്ലൂസീവ് ആയിട്ട് കാണുക. അതുപോലെ തന്നെ ഇൻക്ലൂസീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇൻക്ലൂസീവ് ക്ലാസ് റൂം അറിയോ? കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ഇൻക്ലൂസീവ് ക്ലാസ് റൂം ആരും കേട്ടിട്ടില്ല? ഇൻക്ലൂസീവ് എന്ന് വെച്ചാൽ മീനിങ് അറിയാമോ? ഓക്കെ, നമ്മൾ സൈക്കോളജിക്കൽ ലെവലിൽ നോക്കുമ്പോഴേ ഇൻക്ലൂസീവ് ക്ലാസ് റൂമിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതായത് എല്ലാവരും ഒരേ തരത്തിലുള്ളതല്ല, ഡിഫറെന്റ് തരത്തിലുള്ള സ്റ്റുഡൻസിനെ ഒത്തൊരുമിച്ചുള്ളതാണ് ഇൻക്ലൂസീവ് ക്ലാസ് റൂം എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ സ്റ്റുഡൻസിൽ തന്നെ പല സ്റ്റുഡൻസ് ഉണ്ടാകാം, അല്ലെ? ആവറേജ് സ്റ്റുഡൻസ് ഉണ്ടാവാം, ഗിഫ്റ്റഡ് ആയിട്ടുള്ള ചിൽഡ്രൻസ് ഉണ്ടാകാം, ദെൻ കുറച്ചും കൂടി ബേസിക് ആയിട്ടുള്ളത്, ചിലപ്പോൾ കുറച്ച് അണ്ടർ അച്ചീവർ ഉണ്ടാകാം, അല്ലെ? അങ്ങനെ പലതരത്തിലുള്ള സ്റ്റുഡൻസ്, ഈ എല്ലാ സ്റ്റുഡൻസിനെയും ഒരുമിച്ചെടുക്കുന്നതാണ് ഇൻക്ലൂസീവ് ക്ലാസ് റൂം എന്ന് പറയുന്നത്. ഇവിടെ ഇൻക്ലൂസീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരേപോലെ എടുക്കാതെ എല്ലാവരെയും, ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ ഡിഫറെന്റ് കൾച്ചറിൽ നിന്ന് വരുന്ന വ്യക്തികളുണ്ട്, പേഷ്യൻസ്, അവരെല്ലാം ഒരേപോലെ കണക്കാക്കുക, ഒരേപോലെ കാണുക, അവരുടെ വിശ്വാസങ്ങളെയും അവരുടെ വാല്യൂസിനൊക്കെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇത്രേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ ആയോ? ഇൻക്ലൂസീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മറന്നു പോകരുത് കേട്ടോ, പുതിയൊരു അറിവാണോ ഇൻക്ലൂസീവ്. ഇൻക്ലൂസീവ് ക്ലാസ് റൂം എന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ ഓക്കെ, ദെൻ ഇതൊന്നും നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നേനെ. These are just some of the skills that non-clinical staff in a hospital should possess, contribute the efficient functioning of the healthcare facility, and provide excellent support to patients and clinical staff. Okay, അതായത് നല്ലൊരു എഫിഷ്യന്റ് ആയിട്ടുള്ള പ്രവർത്തനത്തിന് സംഭാവന നൽകാനും അതുപോലെ തന്നെ പേഷ്യൻസിനും ക്ലിനിക്കൽ ജീവനക്കാർക്കും നല്ലൊരു സപ്പോർട്ട് കൊടുക്കുന്നതും ആരാണ്? ഈ നോൺ മെഡിക്കൽ സ്റ്റാഫ്, നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകളാണ്. സോ
അവർക്ക് ഇത്രയും നമ്മൾ ഈ പറഞ്ഞ കഴിവുകളൊക്കെ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. ഇപ്പൊ 10 കഴിവുകളാണ് നമ്മൾ എവിടെ വരെ വായിച്ചത്. അഡാപ്റ്റബിലിറ്റി തുടങ്ങി വായിക്കാനുണ്ടല്ലോ, ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. പോയിന്റ്സുകൾ സിമ്പിൾ ആണ്. നിങ്ങൾ ആ പോയിന്റ് മാത്രം ഒന്ന് ബൈഹാർട്ട് ചെയ്ത് പഠിക്കാം. ഉള്ളിലുള്ള കാര്യം ഒരു പ്രാവശ്യം തന്നെ വായിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ. വലിയ ബുദ്ധിമുട്ടൊന്നും ചെയ്യാമല്ലോ. ഉള്ളിലുള്ളത് മനസ്സിലാക്കി വായിക്കാം കേട്ടോ. വിട്ട് കളയരുതും, വായിക്കണം. ഓക്കെ. ദെൻ ആ പോയിന്റ്സുകൾ ഈ ഒരു ചാപ്റ്ററിൽ കംപ്ലീറ്റ് നമ്മൾ പറഞ്ഞു റെസ്പോൺസിബിലിറ്റീസ് ആണ് വരുന്നത് അല്ലെ. റെസ്പോൺസിബിലിറ്റീസ് ആണ് കൂടുതലും. നിങ്ങൾ എന്ത് ചെയ്യുക, ആ പോയിന്റുകൾ കൃത്യമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. വായിച്ചോ, കംപ്ലീറ്റ് ചെയ്ത പോയിന്റ്സ്. ഓക്കെ. നമ്മളുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ അപ്പോ ഇതിൽ പ്രത്യേകം പഠിക്കാനായിട്ട് ഞാൻ പറഞ്ഞതുപോലെ പോയിന്റ്സ് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാം. ഉള്ളിലുള്ള കാര്യങ്ങൾ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. അത്ര വലിയ ബുദ്ധിമുട്ടും മെഡിക്കറ്റ് ഒന്നും വരുന്നില്ല അല്ലെ. നമുക്ക് തന്നെ സ്വയം വായിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഓപ്ഷൻസ് ഉണ്ടല്ലോ, ഓപ്ഷൻ കാണുമ്പോൾ അത്യാവശ്യം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഓപ്ഷൻ നോക്കിയാൽ മതി. നമ്മുടെ ക്ലാസ് കേട്ടൊരു ഓർമ്മ വെച്ചിട്ട് നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും അല്ലെ. അങ്ങനെ ചെയ്യാൻ പറ്റാറുണ്ടോ നിങ്ങൾക്ക്? കഴിഞ്ഞ എക്സാമ്പിളൊക്കെ അങ്ങനെ നമ്മളെ ക്ലാസ് കേട്ടൊരു ഓർമ്മ വെച്ചിട്ട് എവിടെയോ പേരൊക്കെ ഉണ്ടല്ലോ, ഏതോ മിസ്സുമാർ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലെ. ആ ഒരു ഓർമ്മ വെച്ചിട്ടൊക്കെ നമുക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് അങ്ങനെ അറ്റൻഡ് ചെയ്യാൻ പറ്റും അല്ലെ. ഓക്കെ. ദെൻ അപ്പോൾ നിങ്ങൾക്ക് എന്റെ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ എടുക്കുന്ന പോർഷൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ദെൻ അപ്പോ ഇനി നമുക്ക് ക്ലാസ്, എന്റെ ക്ലാസ് ഉണ്ടായിരിക്കില്ല. നിഷ മാമിനെ കംപ്ലീറ്റ് ചെയ്യാനുണ്ടല്ലോ. നിഷ മാമിന്റെ ക്ലാസ് ഉണ്ടായിരിക്കും. എന്റെ പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ക്ലാസ് ചിലപ്പോൾ ഉണ്ടായിരിക്കില്ല. എക്സാമിൽ നമുക്ക് എന്തായാലും കാണാം കേട്ടോ. എക്സാം ഹോളിൽ ടീച്ചർ ഉണ്ടാകും, കാണാം. അപ്പൊ എപ്പോഴും പറയുന്നത് പോലെ എന്താ, നന്നായിട്ടൊക്കെ പഠിക്കാം. ഓക്കെ. നല്ല രീതിയിലൊക്കെ പഠിക്കുക എല്ലാവരും. ഇനി ഞാൻ പറഞ്ഞതുപോലെ ഇപ്പൊ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ അത്യാവശ്യം കമ്പ്യൂട്ടർ നോളജസ് ഒക്കെ ഉണ്ടായിരിക്കണം, പറഞ്ഞിരിക്കണം. കാരണം നിങ്ങൾ ഈ പഠിക്കുന്നത് എന്ന് പറയുമ്പോൾ പഠിക്കുമ്പോൾ എക്സാമിന് ജയിക്കണം, അത് നമ്മുടെ ഒരു ലക്ഷ്യമാണ് അല്ലെ. എക്സാമിന് ജയിക്കാന്ന് മാത്രമല്ല, നമുക്ക് ഭാവിയിലേക്ക് ജോലി വേണം എന്നുള്ളത് നമ്മളൊരു സ്വപ്നമായിരിക്കണം. ആ ഒരു ഡ്രീം എന്നും ഉണ്ടായിരിക്കണം മനസ്സിൽ കേട്ടോ. നമ്മള് വെറുതെ ഒരു കോഴ്സ് എടുത്ത് പഠിച്ചു എന്ന് മാത്രമാകരുത്. ഭാവിയിൽ എന്തായാലും നമ്മൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നടക്കാതിരിക്കില്ല. ശ്രമിക്കണം, നമ്മൾ ട്രൈ ചെയ്യാം. ഓക്കെ. ഇപ്പൊ ഇന്റർവ്യൂസ് ഒക്കെ വരുമ്പോൾ ട്രൈ ചെയ്യുക, അപ്ലിക്കേഷൻസ് കൊടുക്കുക, ഇന്റർവ്യൂസ് ഒക്കെ എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക കേട്ടോ. എപ്പോഴും ടീച്ചർ പറയുന്നത് പോലെ നമ്മൾ എന്താ പറയാ, നെഗറ്റീവ് ആവരുത് ഒരിക്കലും. ഓക്കെ. എപ്പോഴും പോസിറ്റീവ് മൈൻഡോട് തന്നെ ഇരിക്കാം. നമ്മള് പോസിറ്റീവ് മൈൻഡോട് കൂടി തന്നെ പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ഗുരുക്കന്മാരും മാതാപിതാക്കളും എല്ലാവരോടൊക്കെ പ്രാർത്ഥിച്ച് ഇന്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് നല്ല രീതിയിൽ ഫ്യൂച്ചറിൽ എന്താണ് എല്ലാവരും ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. കുറച്ച് ഇത് നമ്മൾ എടുത്ത ചാപ്റ്ററുകൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് ഞാൻ പറയണില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. നമ്മള് എത്തിക്കൽ ആൻഡ് ലീഗൽ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ എടുത്തു. അതിൽ മെയിനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത്? കുറച്ച് അധികം നമ്മൾ ഇയറുകൾ വന്നിട്ടുണ്ട് അതില്. അപ്പൊ അത് കുറച്ച് സമയം എടുത്ത് തന്നെ പഠിച്ചു വെക്കണം. ഓക്കെ. കുറച്ച് ഇയറുകളാണ് അല്ലെ. നമ്മൾ ഓരോ ആക്ടുകളെ കുറിച്ച് അതിനകത്ത് പഠിച്ചിട്ടുണ്ട്. അത് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാം അതിന് വേണ്ടിയിട്ട്. ഓക്കെ. ഇയറുകള്, ആക്ടുകള് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്ത് പഠിക്കുക. ദെൻ നമ്മൾ അതുപോലെ എക്വിപ്മെന്റ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ
പഠിച്ചു നിങ്ങള്. ഓക്കെ. എക്യുപ്മെന്റ്സിന്റെ ചാപ്റ്ററുകളിലും ഒരു 43 or 46 എക്യുപ്മെന്റ്സുകൾ വന്നു അല്ലെ. അപ്പോ എക്യുപ്മെന്റ്സുകൾ കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ. ഓരോ എക്യുപ്മെന്റ്സ് എന്തിനു വേണ്ടിയിട്ടാണ്, ഒറ്റ വാക്കിൽ സിമ്പിൾ ആയിട്ട് എല്ലാ എക്യുപ്മെന്റ്സും പഠിച്ചു വെക്കാം. ഓക്കെ. എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു ഇന്ന എക്യുപ്മെന്റ്, അങ്ങനെ ഒറ്റ ക്ലാസ്സിൽ പഠിച്ചു വെക്കാൻ ശ്രമിക്കുക. ദെൻ നമ്മള് പിന്നെ എടുക്കുകയായിരുന്നു ടീച്ചറെടുത്ത ചാപ്റ്ററുകള് മെഡിക്കൽ എക്യുപ്മെന്റിലും ഇതും കുറച്ചധികം പഠിക്കാനുണ്ട്. അതനുസരിച്ചിട്ട് ഒന്ന് പഠിക്കാം. ദെൻ മെഡിക്കൽ ഗ്യാസ്, അതിനർത്ഥം നമ്മള് എന്താണ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഗ്യാസസുകൾ പറഞ്ഞു അല്ലെ. അപ്പൊ അത് ഓരോ ഗ്യാസസിന്റെ ഇപ്പൊ ഇൻസർക്കുലേറ്റിംഗ് ഗ്യാസ് ഏതാണ്, ലാഫിംഗ് ഗ്യാസ് ഏതാണ്, അങ്ങനെ നമ്മൾ സ്പെഷ്യലൈസ് ചെയ്തിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അത് പഠിക്കുക. ഹൗസ് കീപ്പിംഗിൽ എന്തൊക്കെയായിരുന്നു, ഹൗസ് കീപ്പിംഗ് പ്രോസസ്സുകളല്ലേ, സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് അല്ലെ. അപ്പൊ അതനുസരിച്ചിട്ട് പഠിച്ചു പോവുക. അപ്പൊ കൃത്യമായിട്ടും മോക്ക് ടെസ്റ്റുകളും ലോണ്ട്രിയും വലിയ കുഴപ്പമില്ലല്ലോ. ആ ഒരു ഫ്ലോ ചാർട്ട് വരുന്നുണ്ട് ലോണ്ട്രിയില്. ദെൻ പ്രോസസ്സിംഗ് എങ്ങനെയൊക്കെയാണ് അല്ലെ, ആ പ്രോസസ്സുകളൊക്കെ നോക്കുക കേട്ടോ. ദെൻ നമ്മള് മോണിറ്ററിംഗ് ആൻഡ് മോണിറ്ററിംഗും ഇംപ്രൂവ്മെന്റിലും കുറച്ചധികം കാര്യങ്ങളാണ് പഠിച്ചത്. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആണ് അവിടെ മെയിൻ ആയിട്ട് പറയുന്നത് അല്ലെ. അപ്പോൾ ആ ഒരു രീതിക്ക് അത് വായിച്ചു പോവുക. ദെൻ പബ്ലിക് റിലേഷൻസിൽ കുറച്ചധികം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് ബോക്സുകൾ ഉണ്ട്. പബ്ലിക് റിലേഷൻസിൽ 2 കോട്ട് ഉണ്ട് അല്ലെ. എഡ്വേർഡ് ബെർണൈസിന്റെയും ഉണ്ട്, അതുപോലെ ഐസഡോർ ഷാർപ്പിന്റെ കോട്ട് ഉണ്ട്. ആ കോട്ടുകളൊക്കെ പഠിക്കുക. ദെൻ അതുപോലെ തന്നെ എന്താണ് പബ്ലിക് റിലേഷൻസിൽ കുറച്ച് ബോക്സുകൾ പറയുന്നുണ്ട്. ബോക്സുകൾ പഠിക്കുക കേട്ടോ. പിന്നെ ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് പറയുമ്പോൾ കുറെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആംബുലൻസിന്റെ പറയുന്നുണ്ട് അല്ലെ. ബേസിക് ലൈഫ് സപ്പോർട്ട്, MICU, NICU, അത് പഠിച്ചിരിക്കുക. ദെൻ അതിൽ തന്നെ ഫുൾ ഫോമുകൾ ഒത്തിരി വരുന്നുണ്ട്. GCS അല്ലെ, ഓർമ്മയുണ്ടോ GCS? ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ഫുൾ ഫോമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, പഠിച്ചു വെക്കുക കേട്ടോ. ഇത്രയൊക്കെയാണ് ഞാൻ എടുത്ത പോർഷനിൽ നിന്ന് പ്രത്യേകം പഠിക്കാൻ പറയുന്നത്. എല്ലാം ഓവറോൾ ആയിട്ട് പഠിക്കാം. ദെൻ ക്ലാസ് ഒക്കെ ആയിട്ട് ഓർമ്മയുണ്ടല്ലോ. അപ്പൊ നന്നായിട്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ മാക്സിമം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കാം. ഓക്കെ. ഇച്ചിരി ഉറപ്പുവെച്ച് പഠിച്ചാലും അതിന്റെ റിസൾട്ട് എന്തായാലും ഉണ്ടായിരിക്കും. ഓക്കെ. നമുക്ക് നാളെ നമുക്ക് നല്ലൊരു ജോലിക്ക് വേണ്ടി ആണ് എന്നൊരു ലക്ഷ്യത്തോടു കൂടി പഠിക്കാം. ഓക്കെ. എല്ലാവർക്കും നല്ലൊരു ബെസ്റ്റ് വിഷസ് ഒക്കെ ഇപ്പോഴേ വേറെയാണ് കേട്ടോ. എക്സാമിനൊക്കെ വേണ്ടി പ്രിപ്പയർ ഒക്കെ ചെയ്യാം. അപ്പോ ഇനി എക്സാമിന് നമുക്ക് കാണാം. ബാക്കി ഇനി കൊണ്ട് ശ്യാമേമിന്റെ ക്ലാസ് കൂടി അല്ലേ കുറച്ച് കംപ്ലീറ്റ് ചെയ്യാനുള്ളൂ, ആണോ? ശ്യാമേമിന്റെ ക്ലാസ് കൂടി അല്ലേ ഇനി കംപ്ലീറ്റ് ചെയ്യാനുള്ളൂ നമുക്ക് അല്ലേ? റെസ്പോൺസിബിൾ ചെയ്യാനും. ഓക്കെ. ദെൻ അപ്പോ ഓക്കെ. അപ്പൊ ഇനി അത് അടുത്ത ദിവസം നിഷാമാമിന്റെ ക്ലാസ് കംപ്ലീറ്റ് ആവും കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റഡി ലീവിന്റെ കാര്യങ്ങളൊക്കെ ഇൻഫർമേഷൻ തരും. അതനുസരിച്ചിട്ട് പഠിക്കുക. അപ്പൊ നമുക്ക് എക്സാമിനായിട്ട് മീറ്റ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ മിസ് എടുക്കുന്നത് നിങ്ങൾക്കാണ് അല്ലെ. ആഴ്ചയിൽ 3 ദിവസവും നിങ്ങളുടെ ക്ലാസ്സിൽ തന്നെയാണ് ഡ്യൂട്ടി. ഓക്കെ. അപ്പൊ അതുകൊണ്ടാണ് കുറച്ചധികം കാര്യങ്ങൾ നിങ്ങളോടായിട്ട് പറഞ്ഞത്. മോട്ടിവേഷൻ അല്ല എങ്കിലും മോട്ടിവേഷൻ ആണെങ്കിലും ആയിക്കോട്ടെ, മോട്ടിവേഷൻ ആയിട്ട് തന്നെ എടുക്കാം. ഓക്കെ. നന്നായിട്ട് ഇന്ന് ക്ലാസ് ഉണ്ടാവില്ല കേട്ടോ. കാരണം നമ്മൾ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം ഇംഗ്ലീഷ് ഓൾറെഡി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോ അടുത്ത ദിവസം നെക്സ്റ്റ് ഡേ നിഷാ മാമിന്റെ എടുക്കാനുള്ള പോർഷൻസ് മിസ് എടുക്കും കേട്ടോ. ഇനിയിപ്പോ ഇന്ന് ക്ലാസ് ഇല്ല. പിന്നെ നമ്മൾ ഇനി എക്സാമിനായിരിക്കും കണ്ടുമുട്ടുന്നത്. ഓക്കെ. ഓക്കെ. താങ്ക് യു. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. താങ്ക് യു.